ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. പൊതുവെ ഈ പറയുന്ന ഡിഫൻസ് എക്സാമിനേഷൻസിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ സിലബസ് ബേസ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ അതിന് കുഴപ്പം തന്നെ ഈ പറയുന്ന പരീക്ഷ നടത്തുന്നതിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കാറുണ്ട്, തിരക്കാറുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പഠനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവെ വരുത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് ഈ പറയുന്ന ഡിഫൻസ് ഫോഴ്സുകളുടെ എക്സാമിനേഷൻസ്, അതായത് ഞാൻ ഈ പറയുന്ന CDS-ഉം അഫ്കാറ്റ് പോലുള്ള എക്സാമിനേഷൻസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, UPSC നടത്തുന്ന കുറച്ച് എക്സാമിനേഷൻസ് ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സാമിനേഷൻസ്, അതായത് ഈ പറയുന്ന സോൾജർ ലെവൽ എൻട്രി, അതായത് ഈ പറയുന്ന എയർഫോഴ്സ് അഗ്നിവീർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന ഗ്രൂപ്പ് X ഗ്രൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ നേവിയോടെ ഈ പറയുന്ന SSR MR, അതേപോലെ തന്നെ ഇന്ത്യൻ ആർമിയോടെ തന്നെ ഈ പറഞ്ഞ GD മെഡിക്കൽ അസിസ്റ്റന്റ്, ഈ പറയുന്ന പരീക്ഷകളെല്ലാം തന്നെ, അതായത് ആർമി ആണെങ്കിൽ ആർമി, നേവി എങ്കിൽ നേവി, എയർഫോഴ്സ് എങ്കിൽ എയർഫോഴ്സ്, അവരാണ് എന്ത് ചെയ്യുന്ന എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അവർ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. പൊതുവെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ബോഡികൾ, അത് ഈ പറയുന്ന രീതിയിൽ SSC മറ്റൊരു ബോഡിക്ക് കൊടുക്കുന്ന പോലെ തന്നെ അവർ ഏതെങ്കിലും ഈ പറയുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ പറയുന്ന എക്സാമിനേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. അത് നിങ്ങൾ പ്രധാനമായിട്ട് അറിയേണ്ടതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറഞ്ഞ GD-യിലേക്ക് മറ്റുമായിട്ട് ഈ പറഞ്ഞ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇനി വരാൻ പോകുന്ന നേവിയുടെ SSR എക്സാമിനേഷൻസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നേവിയും തമ്മിൽ എന്ത് ചെയ്തിരുന്ന ഒരു MOU ഒപ്പിട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, കാരണം ഈ പറയുന്ന പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ തന്നെ എടുത്തു വെച്ച് പഠിക്കുന്നവർ, പൊതുവെ ഈ പറയുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ വരൂ എന്നുള്ള രീതിയിൽ പഠിക്കുന്നവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന SSC കണ്ടക്ട് ചെയ്യുന്ന സമയങ്ങളിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ, SSCയുടെ നിങ്ങൾക്കറിയാലോ എക്സാമിനേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻസ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ബോധം കാണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പറയുന്ന SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് നേവി തൊട്ടുമുമ്പ് നടത്തിയിട്ടുണ്ടായ എക്സാമിനേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ നേവി ആൻഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സൈൻഡ് MOU, മെമ്മോറം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ 28 ജാനുവരി 2026 എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ നേവിക്ക് ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റുകൾ, അത് ഈ പറയുന്ന SSR-ഉം അതേപോലെ തന്നെ MR-ഉം അല്ലേ തമ്മിൽ എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും നടത്താൻ വേണ്ടി പോകുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുണ്ട്. അതുപോലെ നേവിയും അതേപോലെ തന്നെ SSCയും കൂടെ സംയുക്തമായിട്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് SSC ചെയർമാനും നേവിയും തമ്മിൽ എന്ത് ചെയ്തിരുന്നു, ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ള ഇന്ത്യൻ നേവിയിലേക്ക് SSC ആയിരിക്കും ഇനി എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പം അതിൻ്റെ ലെവലും അതേപോലെ തന്നെ പഠിക്കേണ്ട രീതിയും അന്ത്യം നിങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. ഈ പറയുന്ന രീതിയിൽ കൺവെൻഷണൽ മേഖലയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന നല്ലൊരു മാർഗ്ഗം അവിടെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. GD-ക്കും മറ്റേ പറഞ്ഞ് പഠിക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്കത് പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നല്ല പ്രിപ്പറേഷൻസ് അതിന് ആവശ്യമാണ് അല്ലേ. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പൊതുവെ എന്ത് ചെയ്യുന്നത് SSCയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അല്ലേ, നടത്തണമല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന കോഴ്സുകളും മറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നല്ല സ്കോർ മേടിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നമ്മുടെ AZB അക്കാഡമിയിൽ നമ്മൾ ഈ പറയുന്ന ആർമ്ഡ് ഫോഴ്സസിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ്, SSCക്ക് വേണ്ടി, ഗ്രൂപ്പ് Dക്ക്, RRBക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സുകൾ SSC ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ഈ പറയുന്ന ഓഫ്ലൈൻ പോരാതെ തന്നെ നമ്മൾ ഓഫ്ലൈനും അതേപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക്, അതായത് ക്ലാസ് എങ്ങനെയാണ്, എന്തൊക്കെ നോട്ടുകളാണ്, ക്ലാസ്സുകൾ, ഈ പറയുന്ന PVQs, മോക്ക് ടെസ്റ്റുകളൊക്കെ കുറിച്ച് വിശദമായ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തൊട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വിവരങ്ങൾ എന്ത് ചെയ്യുക ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം അതേപോലെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ചില സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ, ഇപ്പോൾ SSC മുൻവർഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന GD ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആ ഒരു 10+2 ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് കൂടിയാണ്. ഓക്കെ അല്ലേ. ഫിസിക്കൽ ടെസ്റ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, റിട്ടൺ ടെസ്റ്റും വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരെ താഴെ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്റ്റും ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ, ജയ് ഹിന്ദ്.